ലോകകപ്പിലെ ആവേശ പോരാട്ടത്തിൽ ഇന്ന് ഫ്രാൻസ് നോർവേയെ നേരിടും. ലോക ഫുട്ബോളിലെ നിലവിലെ ഏറ്റവും മികച്ച രണ്ട് സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും ലോകകപ്പ് വേദിയിൽ നേർക്കുനേർ കൊമ്പുകോർക്കുന്നു എന്നതാണ് ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത. ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരം ബോസ്റ്റണിലാണ് നടക്കുന്നത്. ഇരു ടീമുകളും ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ച് ഇതിനകം തന്നെ പ്രീ ക്വാർട്ടർ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. അതിനാൽ ഗ്രൂപ്പിൽ ആരാകും ചാമ്പ്യന്മാരാവുക എന്നത് നിശ്ചയിക്കുക മാത്രമാണ് ഈ മത്സരത്തിന്റെ ലക്ഷ്യം. നോക്കൌട്ട് ഘട്ടത്തിൽ കൂടുതൽ എളുപ്പമുള്ള എതിരാളികളെ ലഭിക്കാൻ ഗ്രൂപ്പിൽ ഒന്നാമതെത്തുന്നത് ഇരു ടീമുകൾക്കും നിർണായകമാണ്. നിലവിൽ കളിച്ച രണ്ട് മത്സരങ്ങളിൽ നിന്നും 6 പോയിന്റോടെ ഫ്രാൻസ് ആണ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത്. തുല്യ പോയിന്റുള്ള നോർവേ രണ്ടാമതുണ്ട്. ഗോൾ വ്യത്യാസത്തിൽ മാത്രമാണ് ഫ്രാൻസ് മുന്നിലുള്ളത്. അതിനാൽ ഇന്ന് മത്സരം സമനിലയിലായാലും ഫ്രാൻസിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാം. എന്നാൽ നോർവേക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ വിജയം അനിവാര്യമാണ്. മത്സരത്തിലെ മറ്റൊരു ആകർഷണം ടൂർണമെന്റിലെ ഗോൾ വേട്ടക്കാരുടെ പോരാട്ടമാണ്. കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും ഇതുവരെ 4 ഗോളുകൾ വീതം നേടിക്കഴിഞ്ഞു. 5 ഗോളുകളുമായി നിലവിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിലുള്ള ലയണൽ മെസ്സിക്ക് തൊട്ടു പിന്നാലെയാണ് ഇരുവരും. ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടി മെസ്സിയെ മറികടക്കാനാകും ഇരു താരങ്ങളുടെയും ശ്രമം. നീണ്ട 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നോർവേ ലോകകപ്പ് വേദിയിലേക്ക് തിരിച്ചെത്തുന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ ഇറാഖിനെയും സെനഗലിനെയും തകർത്താണ് സ്റ്റാലെ സോൾബാക്കന്റെ ടീം തങ്ങളുടെ കരുത്ത് തെളിയിച്ചത്. മാഞ്ചസ്റ്റർ സിറ്റി താരം എർലിംഗ് ഹാലൻഡ് ആണ് നോർവേയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത്. കളിച്ച 2 മത്സരങ്ങളിലും ഇരട്ട ഗോളുകൾ നേടിയ ഹാലൻഡ് മികച്ച ഫോമിലാണ്. ഇതുവരെ 7 ഗോളുകളാണ് നോർവേ ടൂർണമെന്റിൽ അടിച്ചുകൂട്ടിയത്. മറുഭാഗത്ത് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് മികച്ച ഫോമിലാണ്. പരിശീലകൻ ദിദിയർ ദെഷാംസിന്റെ അഭാവത്തിലും ഫ്രാൻസ് കിരീട സാധ്യതയുള്ള ടീമായി മുന്നേറുന്നു. കഴിഞ്ഞ മത്സരങ്ങളിൽ 4 ഗോളുകൾ നേടി എംബാപ്പെ തന്നെയാണ് ഫ്രഞ്ച് പടയുടെ പ്രധാന കരുത്ത്. ഫ്രഞ്ച് ക്യാമ്പിൽ വലിയൊരു വേദന നിലനിൽക്കുന്നുണ്ട്. മുഖ്യ പരിശീലകൻ ദിദിയർ ദെഷാംസിന്റെ അമ്മ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. സഹപരിശീലകൻ ഗൈ സ്റ്റീഫനാണ് ഈ മത്സരത്തിൽ ഫ്രാൻസിനെ നയിക്കുക. പ്രതിരോധ താരം വില്യം സാലിബ പരിക്കേറ്റ് പുറത്താണ്. സ്ട്രൈക്കർ മാർക്കസ് തുറാം പൂർണ്ണ ഫിറ്റല്ല. എങ്കിലും എംബാപ്പെ, ഒസ്മാൻ ജംബലെ തുടങ്ങിയ പ്രമുഖരെല്ലാം ആദ്യ 11-ലുണ്ട്. നോർവേ നിരയിൽ ഡിഫൻഡർ ജൂലിയൻ റെയ്സൺ ആണ് പരിക്കേറ്റത് തിരിച്ചടിയാവുന്നുണ്ട്. പകരം മാർക്കസ് പെഡേഴ്സൺ കളിച്ചേക്കും. എങ്കിലും എർലിംഗ് ഹാലൻഡ്, മാർട്ടിൻ ഒഡെഗാർഡ്, അലക്സാണ്ടർ സോലോ തുടങ്ങിയ പ്രമുഖരെല്ലാം ടീമിലുണ്ട്. ഇതുവരെ ഇരു ടീമുകളും അന്താരാഷ്ട്ര ഫുട്ബോളിൽ 15 തവണ നേർക്കുനേർ വന്നിട്ടുണ്ട്. ഇതിൽ 7 മത്സരങ്ങളിൽ ഫ്രാൻസ് വിജയിച്ചപ്പോൾ 4 നോർവേക്കായിരുന്നു ജയം. 4 മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചു. എന്തായാലും സാധ്യതാ ലൈനപ്പ് ഇങ്ങനെയാണ്. ഫ്രാൻസിൽ മൈക്ക് മൈനാൻ ഗോൾ കീപ്പറാവും. ജൂൾസ് കുൻഡെ, ഡയോഡ് ഉപമെക്കാനോ, ഇബ്രാഹിമ കൊനാറ്റെ, ലൂക്കസ് ഡിഗ്നെ, മനു കൊനെ, ഔറേലിയൻ ചൗമേനി, മൈക്കൽ ഒലിസെ, ബ്രാഡ്ലി ബാക്കോല, ഒസ്മാൻ ജംബലെ, കിലിയൻ എംബാപ്പെ ക്യാപ്റ്റൻ എന്നിങ്ങനെയായിരിക്കും നിര. നോർവേയിൽ ലൗറിയൻ നെയ്ലാൻഡ് ആവും ഗോൾ കീപ്പർ. മാർക്കസ് പെഡേഴ്സൺ, ക്രിസ്റ്റഫർ അയർ, ലിയ ഒസ്റ്റിഗാർഡ്, ഡേവിഡ് മോളർ, വോൾഫ് സന്ദർബർഗെ, പാട്രിക് ബർഗ്, മാർട്ടിൻ ഒഡെഗാർഡ്, അന്റോണിയോ നൂസ, എർലിംഗ് ഹാലൻഡ്, അലക്സാണ്ടർ സോലോത്ത് എന്നിവരായിരിക്കും നിരയിലുണ്ടാവുക.